അറിയിക്കാം. ഇപ്പോൾ നമുക്കൊന്ന് രാജഗോപാൽ കമ്മത്തിലേക്ക് ഒന്ന് പോയി വരാം. രാജഗോപാൽ കമ്മത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശാസ്ത്ര നിരീക്ഷകനാണ് രാജഗോപാൽ കമ്മത്ത്. വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ പ്രളയത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്താണ് പിന്നെ ഈ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ന്യൂനമർദ്ദം ഉണ്ടാവുന്നതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിലാണ് പലപ്പോഴും നമ്മൾ സംസാരിക്കാറ്. അല്ലെങ്കിൽ പിന്നെ ഈ സൂര്യന്റെ യാത്രയും ചന്ദ്രയാത്രയും ഒക്കെയാണ് നമ്മൾ പലപ്പോഴും വിഷയമാക്കുന്നത്. ഇത് ആദ്യമായി ഉഷ്ണതരംഗത്തെക്കുറിച്ച് സംസാരിക്കാൻ രാജഗോപാൽ കമ്മത്തിനെ ക്ഷണിക്കുകയാണ്. നമ്മൾ പതിവില്ലാത്ത കാലാവസ്ഥാ മാറ്റങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ്. എന്താണ് സാധ്യത മുന്നോട്ട്? മഴ പെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ടോ? ഈ അമിതമായ ചൂടിനുള്ള ഒരു കാരണം എന്തായിരിക്കും? ഈ എല്ലിനോ എന്നൊക്കെ പറയുന്നു. ഈ എല്ലിനോ പ്രതിഭാസം അവസാനിച്ചോ? എന്താണ് അവസ്ഥ? ഇപ്പോ നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥ, ഇപ്പോഴത്തെ ഇതിന്റെ ഒരു കണ്ടീഷൻസ് അനുസരിച്ച് അടുത്ത രണ്ടാഴ്ചത്തേക്ക് ഏകദേശം ഇതേ രീതിയിലുള്ള ഒരു തീവ്ര തരംഗം തുടങ്ങാനാണ് സാധ്യത. 1 ഡിഗ്രി കുറവോ അല്ലെങ്കിൽ ഒരു 1-2 ഡിഗ്രി കൂടുതലോ ആകും. അതിൽ കൂടുതലൊന്നും ഒരുപാട് വർദ്ധിക്കാൻ പോകുന്നില്ല. ചെറിയ കുറവ് ചിലപ്പോൾ ചിലയിടങ്ങളിൽ സംഭവിച്ചേക്കാം. അപ്പോൾ നമുക്ക് തൽക്കാലം ആശ്വസിക്കാൻ വകയില്ല എന്നുള്ളതാണ് ഇതിനകത്ത് പറയാനുള്ളത്. അത് മാത്രമല്ല, ചിലയിടങ്ങളിൽ താപം കൂടുകയുള്ളൂ. അതായത് നമ്മൾ ഉദ്ദേശിക്കാത്ത സ്ഥലങ്ങളിൽ ഇപ്പോൾ കാസർഗോഡൊക്കെ നല്ല ചൂട് അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. കാഞ്ഞങ്ങാട് തുടങ്ങിയ മേഖലയിൽ, പൊന്നാനി തുടങ്ങിയ മേഖലയിൽ നല്ല ചൂട് അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രിയിൽ മിഡ്-നൈറ്റ് 12 മണിക്ക് ഞാൻ നോക്കുമ്പോൾ കേരളത്തിലെ പലയിടങ്ങളിലെയും താപനില 30 ഡിഗ്രിയാണ്. അറബിക്കടലിന്റെ താപനില 31 ഡിഗ്രിയാണ്. അപ്പൊ ഇത് നമ്മൾ ഞാൻ ഏകദേശം ഒരു 2.5 ദശകത്തോളമായിട്ട് തുടർച്ചയായിട്ട് നിരീക്ഷിക്കുന്ന ഒരു കാര്യമാണ് ഇവിടുത്തെ കാലാവസ്ഥാ മാറ്റം. ഈ രീതിയിലുള്ള ഒരു താപം ഒരിക്കലും കേരളക്കര അനുഭവിച്ചിട്ടില്ല. കാരണം ഒരേ താപനിലയാണ് കടലും കരയും തമ്മിൽ. അപ്പൊ വായുവിന്റെ മൂവ്മെന്റ് ഇല്ല. എൽനിനോയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എൽനിനോ ഒഫീഷ്യലായിട്ട് കഴിഞ്ഞു എന്നുള്ള ഒരു അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എൽനിനോ ഇല്ലാതായി. അതായത് പെസിഫിക്കിന്റെ പെറുവിന്റെ ഭാഗത്ത് താപനില കൂടുന്ന, സമുദ്രോപരിതല താപനില കൂടുന്ന പ്രതിഭാസം ഇല്ലാതായി. അതേസമയം തന്നെ ഇന്തോനേഷ്യയുടെ ഭാഗത്തുള്ള പെസിഫിക്കിന്റെ താപം അല്പം കൂടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ന്യൂട്രൽ കണ്ടീഷനാണ് എൽനിനോ സദേൺ ഓസിലേഷൻ എൻസോ. അതൊരു ന്യൂട്രൽ കണ്ടീഷനിലാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യ മഹാസമുദ്രത്തിന്റെ ഭൂമധ്യരേഖാ പ്രദേശത്ത് അതിഭീകരമായ താപവർദ്ധനവാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ചില സ്ഥിരീകരിക്കാത്ത റെക്കോർഡ്സ് അനുസരിച്ച് ഏകദേശം 34 ഡിഗ്രി വരെ കൂടിയിട്ടുണ്ടെന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അതുപോലെ ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ എന്ന് പറയുന്ന താപനിലയിലെ സമുദ്രോപരിതല താപനിലയിലെ ഇന്ത്യ മഹാസമുദ്ര താപം അല്പം കൂടിയിട്ടുണ്ട്. അതായത് പോസിറ്റീവായിട്ട് 0.57% മാത്രമേ കൂടിയിട്ടുള്ളൂ. അപ്പൊ ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുന്നത് ഇപ്പൊ എൻസോ ന്യൂട്രൽ കണ്ടീഷൻ ആകുകയും ഇപ്പോ ലാനിന കണ്ടീഷൻസ് ഇന്തോനേഷ്യയുടെ ഭാഗത്ത് താപം കൂടുന്ന പ്രതിഭാസം പസഫിക്കിൽ ഉണ്ടാകുകയും ചെയ്തു കഴിഞ്ഞാൽ, അതോടൊപ്പം തന്നെ IOD ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ അല്പം കൂടി പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ നല്ല മഴ നമുക്ക് പ്രതീക്ഷിക്കണം. പക്ഷെ അതിന് ജൂൺ പകുതി കഴിഞ്ഞിട്ട് വരെ കാത്തിരിക്കേണ്ടി വരും. അതുവരെ നല്ല പ്രശ്നങ്ങളാണ് നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്. അതിനെ പ്രതിരോധിക്കാനായിട്ടുള്ള മാർഗങ്ങളാണ് നോക്കേണ്ടത്. നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. കാരണം നമുക്ക് ഇതിപ്പോ അനുഭവിച്ചാൽ മതിയാവും. പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മള് സ്വയം വ്യക്തികള് ഈ ചൂടിൽ നിന്നും സ്വയം സംരക്ഷിക്കാനുള്ള മറ്റേതെങ്കിലും സംവിധാനങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് റീഹാബിലിറ്റേഷൻ സെന്ററിലേക്കോ മറ്റേതെങ്കിലും കേന്ദ്രങ്ങളിലേക്കോ ഒക്കെ മാറ്റം. ഇത് എവിടേക്ക് മാറ്റാൻ പറ്റും? ആകെ ഉള്ളത് ഇടുക്കിയും വയനാടുമാണ്. വലിയ അവിടെയും ചൂട് കൂടുന്നു. ചൂട് 34 ഡിഗ്രിക്കാണ്. ഇന്നലെ രാത്രിയില് പൈനാവൊക്കെ 30 ഡിഗ്രിയാണ്. പൈനാവിലെ താപനില 30 ഡിഗ്രിയാണ് ഇന്നലെ. അതേപോലെ തന്നെ പലയിടങ്ങളിൽ ഇതിനകത്ത് വേറൊരു പ്രശ്നങ്ങളുണ്ട്. കാരണം ഈ ടെറൈനിൽ നമ്മൾ മരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞുകൊണ്ട് ഹീറ്റ് എക്സ്പാൻഷൻ കൊണ്ട് ഈ ഉരുൾപൊട്ടൽ സാധ്യത മേഖലകളിലെല്ലാം വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ വലിയ മഴ പെയ്യാണെങ്കിൽ ഉരുൾപൊട്ടൽ സാധ്യത കൂടുതലുണ്ട് ജൂണിലും ജൂലൈയിലും ഒക്കെ. കാരണം ജൂലൈയിലാണ് നമ്മളിപ്പോ ഇതിന്റെ പ്രശ്നം പ്രതീക്ഷിക്കുന്നത്. അതായത് വലിയ മഴ പെയ്യുകയാണെങ്കിൽ ജൂലൈയിലായിരിക്കും ഇതിന്റെ ആഘാതം ഉരുൾപൊട്ടൽ മേഖലയിൽ ഉണ്ടാകും. അപ്പോ 2 ഭാഗത്തേക്കുള്ള എക്സ്ട്രീംസ് ആണ് നമ്മളിപ്പോ അനുഭവിക്കുന്നത്. താപതരംഗം, വലിയ മഴ, ഉരുൾപൊട്ടൽ സാധ്യത. ഈ 3 ഭീഷണികളാണ് ഈ 2-3 മാസത്തേക്ക് കേരളം അനുഭവിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. നമുക്ക് എന്തായാലും ഈ വ്യക്തികൾക്ക് ഇങ്ങനെ നിർദ്ദേശം കൊടുത്തുകൊണ്ടിരിക്കാം. താങ്കളെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചെന്ന് ബുദ്ധിമുട്ടിക്കും. കാരണം ഈ വിഷയങ്ങളൊക്കെ എന്താണ് പ്രതിഭാസം എന്നുള്ളത് അറിയേണ്ടതുണ്ട്. താങ്ക് യു രാജഗോപാൽ കമ്മത്ത് ചേർന്നതിനെ. പ്രഭാതത്തിൽ ജീവിതമൊക്കെ സുഖമാണെന്ന് കരുതുന്നു, ഈ ചൂടൊഴിച്ച് നിർത്തിയാൽ.